ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രൈം കാലഘട്ടം, നമ്മുടെ ചൈൽഡ്ഹുഡ്. വലിയ വലിയ ടെൻഷൻസ് ഇല്ല, സ്കൂളിൽ പോകേണ്ട കാര്യം മാത്രമേ ചെറിയ ടെൻഷൻ ഉള്ളൂ. നമ്മുടെ ചൈൽഡ്ഹുഡ് ഏറ്റവും മനോഹരമാക്കി മാറ്റിയതിൽ ഒരു പങ്ക് കൊച്ചു ടി വിക്കുമുണ്ട്. നമ്മൾ രാവിലെ സ്കൂളിൽ പോകും, സ്കൂളിൽ പോയി വന്ന ശേഷം നമ്മൾ കുളിക്കാൻ പോലും പോകാതെ നേരെ ചായയും കുറച്ച് പലഹാരവും എടുത്ത് കൊച്ചു ടി വി കാണാനിരിക്കും. നമ്മളിന്ന് അതാണ് നോക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കും. ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്കിൻ്റെ കുട്ടിക്കാലത്ത് കൊച്ചു ടി വിയെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഫസ്റ്റിലെ ഓർമ്മകളാണ്. ഒന്നാമത്തത് ഉറപ്പായിട്ടും കാർട്ടൂൺസ് തന്നെയാണ്. രണ്ടാമത്താണെങ്കിൽ മൂവീസ്. മൂന്നാമത്തെ ക്രിയേറ്റിവിറ്റി ഷോസ്. പ്രാവശ്യം ഏതായാലും ഞാൻ മൂന്നാമത്താണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്. നമുക്ക് ക്രിയേറ്റിവിറ്റി ഷോസിനെ കുറിച്ച് നോക്കാം. കൊച്ചുട്ടിയിൽ വൈകുന്നേര സമയത്തും ഉച്ച സമയത്തും അതുപോലെ രാവിലെ സമയത്തൊക്കെയാണ് ഇത് കൂടുതലും ടെലികാസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നത്. അതിൽ മെയിനായിട്ട് എൻ്റെ ഫേവറേറ്റ് അത് ഫിംഗർ ടിപ്സ് തന്നെയായിരുന്നു. ഇത് ഞാൻ കൂടുതലും കണ്ടത് 4 മണി 5 മണി ആ ടൈമിലായിരുന്നു വൈകുന്നേരം. പിന്നീട് എൻ്റെ വേറെ ഫേവറേറ്റ് ആണ് ആർട്ട് സൂക്കയിൽ കൂടുതലും ക്ലേ കൊണ്ടില്ലേ ഓരോ ക്രാഫ്റ്റിംഗ് ആണ്. ഫിംഗർ ടിപ്സ് ആണെങ്കിൽ സിമ്പിളായി നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരും. അതുപോലെ തന്നെ 2017-16 ബോക്സ് യുവർ സെൽഫ് എന്ന ഒരു പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു. കാർബോർഡ് കൊണ്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അതും നല്ല രസകരമായ ഒരു പ്രോഗ്രാം ആയിരുന്നു. കാർബോർഡ് കൊണ്ട് കാർ ഉണ്ടാക്കും, അതുപോലത്തെ നല്ല ക്രിയേറ്റിവിറ്റി ആയ ഐറ്റംസ് ഉണ്ടാക്കുന്നത്. നിങ്ങളത് കണ്ടിട്ട് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യമായ മൂവീസിനെ കുറിച്ച് നോക്കാം. മൂവീസിനെ കുറിച്ച് നോക്കുന്ന മുമ്പ് 2 കാര്യങ്ങൾ നോക്കാണ്ട്, അനിമേറ്റഡ് മൂവീസും ലൈവ് ആക്ഷൻ മൂവീസും. അനിമേഷൻ മൂവീസിൽ എൻ്റെ ഫേവറേറ്റ് അത് ദ ലയൺ കിങ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കൊച്ചു ടി വിയിൽ കണ്ടിട്ടില്ല, എന്നാലും ഇതിൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. ഇത് ഞാൻ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം കറണ്ട് വരിക പോകുക, അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കൊച്ചു ടി വി കാണുമ്പോൾ. ദ ലയൺ കിങ് മാത്രമല്ല കൊച്ചു ടി വിയിൽ വന്നത്, വേറെയും ഒരുപാട് അടിപൊളി അനിമേഷൻ മൂവീസ് കൊച്ചു ടി വിയിൽ വന്നിട്ടുണ്ട്. അതിന് ഉദാഹരണം കില്ലർ ബീൻ, അപ്പ്, അതുപോലത്തെ മോൺസ്റ്റർ ഹൗസ്, അങ്ങനത്തെ അടിപൊളി മൂവീസ്. ലൈവ് ആക്ഷൻ മൂവിയും കുറവൊന്നുമല്ലായിരുന്നു. സ്പൈഡർമാൻ, അവഞ്ചേഴ്സ്, അതുപോലെ തന്നെ സ്കൈ ഹൈ സ്കൂൾ, അതുപോലത്തെ ഒരുപാട് മികച്ച ലൈവ് ആക്ഷൻ മൂവീസുകളും കൊച്ചുട്ടിയിൽ വന്നിട്ടുണ്ട്. ഹെർബി, നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും മികച്ച മൂവീസ് കൊച്ചുട്ടിയിൽ വന്നിട്ടുണ്ട്. മൂവീസൊക്കെ ഉണ്ടായിരുന്നത് വീക്കെൻഡിലായിരുന്നു, ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രം. ഇനി നമ്മൾ 24 മണിക്കൂറും കുത്തിയിരുന്ന് കണ്ട കുറച്ച് കാർട്ടൂൺസുകളുണ്ട്. മെയിനായിട്ട് എടുത്തു പറയേണ്ടത് അത് ദോസ്ത് പടാ ദോസ്ത് തന്നെയാണ്. നമുക്ക് പണ്ട് കാലം വന്നിരുന്ന ഒരു കാർട്ടൂൺസിനെയും എടുത്തെടുത്ത് പറയാൻ പറ്റില്ല, കാരണം അത്ര അധികം കാർട്ടൂൺസ് കൊച്ചു ടി വിയിൽ പണ്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാർട്ടൂൺസ് നമുക്കാർക്കും ഓർമ്മ കൂടിയുമില്ല. പണ്ട് കാലം എന്ന കാർട്ടൂൺസ് ഒന്നൊക്കെ മികച്ചതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിനെ മികച്ചതാക്കിയത് കൊച്ചു ടി വി തന്നെയാണ്. അതിനൊരു ഉദാഹരണമാണ് ഡ്രാഗൺ ബൂസ്റ്റർ. നമ്മളിന്ന് ഓരോ കാർട്ടൂൺസ് ഓർക്കുന്നുണ്ടെങ്കിൽ അതിനെ മികച്ചതാക്കിയത് ആ മലയാള ഡബിങ് അത് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ പഴയ സ്വർണ്ണ ദിവസങ്ങളായിരുന്നു. രാവിലെ എണീച്ചു കഴിഞ്ഞാൽ കൊച്ചു ടി വി അല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല പണ്ടത്തെ കാലം. എന്നാൽ ഇന്നിപ്പോൾ എല്ലാത്തിനും ഒരുപാട് മാറ്റങ്ങൾ വന്നു. കൊച്ചു ടി വിനി പഴയതുപോലെ ആകുമെന്നും നമുക്കറിയില്ല, പക്ഷെ ഏതായാലും ഒക്കെ ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും ചെയ്യുക.